ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയേജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് അല്ലേ. നിങ്ങളോട് പലപ്പോഴായി ചോദിക്കുന്നതാണ്, റിയാക്റ്റൻ്റ് തരും, അത് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാണ്? ഓപ്ഷൻസ് തരും അല്ലേ. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷനിൽ നിന്ന് ഏത് റിയേജൻ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിയേജൻസിനെ നമ്മൾ ബ്രോഡറായിട്ട് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന റിയേജൻസ് വിച്ച് ഇസ് റിഡ്യൂസിങ് ഏജൻസ് എന്ന് നമ്മൾ പറയും അല്ലെ. റിഡ്യൂസിങ് ഏജൻസ്, ഓഫ് കോഴ്സ് ഇവർക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, രണ്ടാമത്തത് ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന റിയേജൻസ്, അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കുന്നു. ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ പറയും ഓർഗാനോമെറ്റാലിക് റിയേജൻസ് അല്ലേ. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിയേജൻസിനെ പറ്റിയും നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രോഡറായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മൾ ഇവരെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി വീണ്ടും ഇവർക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ. റിഡ്യൂസിങ് ഏജൻസിനെ വീണ്ടും 3-4 തരത്തിലേക്കായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ആൻഡ് ജസ്റ്റ് പോകുന്നതിന് മുൻപായിട്ട് എന്താണ് റിഡക്ഷൻ എന്നും എന്താണ് ഓക്സിഡേഷൻ എന്നും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് റിഡ്യൂസിങ് ഏജൻറ്റിനെ പറ്റിയാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ട്? റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആവോ ഇൻക്രീസ് ആവോ? യെസ്, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുള്ളത്? യെസ്, നമ്മുടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. സോ നമുക്ക് ആദ്യം റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന റിയേജൻസ് അല്ലെങ്കിൽ റിഡ്യൂസിങ് ഏജൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇവരുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാൻ പറയും യെസ്, ഹൈഡ്രൈഡ് ബേസ്ഡ് റിഡ്യൂസിങ് ഏജൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും ഹൈഡ്രജൻ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യെസ്, സോ ഫസ്റ്റ് വൺ ഹൈഡ്രൈഡ് ബേസ്ഡ് റിഡ്യൂസിങ് ഏജന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ H- അല്ലേ. ഹൈഡ്രൈഡ് ബേസ്ഡ് റിഡ്യൂസിങ് ഏജൻറ്റ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? യെസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്നൊക്കെ സ്ട്രോങ് റിഡ്യൂസിങ് ഏജന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ സോഡിയം ബോറോഹൈഡ്രൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BH3 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഡൈബാലെച്ച് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ എന്താണ്? യെസ്, ഹൈഡ്രൈഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻസ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യെസ്, ഓക്സിജൻ റിമൂവൽ ബേസ്ഡ് ഏജൻസ് ആണ് അല്ലേ. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഓക്സിജൻ റിമൂവൽ ബേസ്ഡ് റിയേജൻസ്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? ക്ലമൻസൺ റിഡക്ഷനും വോൾഫ് കിഷ്ണർ റിഡക്ഷനും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ZnHgHCl-ഉം അതേപോലെ യെസ് ഹൈഡ്രസീൻ NH2 ഹൈഡ്രസീൻ ബാർ KOH ഒക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അടുത്തത് മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ സോൾവൻസ് അല്ലേ. യെസ്, മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ സോൾവൻസ് നമുക്ക് പറയാൻ പറ്റും. ഡിസോൾവ്ഡ് ഇൻ സോൾവൻസ്. ഞാനൊരു മെറ്റൽ, ഈ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാകും. സോഡിയം ഇൻ എത്തനോൾ അല്ലേ. എന്താണിത്? യെസ്, ബിർച്ച് റിഡക്ഷൻ അല്ലേ. എന്താണ്? ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം സോ ദാറ്റ് യു ക്യാൻ സി. ഓക്കെ, ബിർച്ച് റിഡക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ആൻഡ് സിങ്ക് ഇൻ അസറ്റിക് ആസിഡ് അല്ലേ. ഇതൊക്കെ എന്താണ്? യെസ്, മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ സോൾവൻസ് ആണ്. അടുത്തത് എന്തായിരിക്കും? യെസ്, മെറ്റൽ ബേസ്ഡ് റിഡ്യൂസിങ് ഏജൻസ് ഉണ്ടാകും അല്ലേ. യെസ്, പ്യുവർലി മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻസ് ഉണ്ട്. റിഡ്യൂസിങ് ഏജൻസ് ഏതൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് സിംപിൾ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ. യെസ്, H2 ബാർ പലേഡിയം എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് നമ്മുടെ ആൽക്കെയിൻ കിട്ടുമെന്നും, ലെറ്റ് സേ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH H2PdBaSO4 ആണെങ്കിൽ അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽക്കീൻ കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസിലൊക്കെ നോക്കിക്കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ
അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറ്റി പറയാം. ആദ്യമായിട്ട് ഹൈഡ്രൈഡ് ബേസ്ഡ് റെഡ്യൂസിങ് ഏജൻസിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം തോന്നും, ഹൈഡ്രൈഡ് ബേസ്ഡ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ സർ സിംപ്ലി സോഡിയം ഹൈഡ്രൈഡും ലിഥിയം ഹൈഡ്രൈഡൊക്കെ എടുത്താൽ പോരെ, എന്തുകൊണ്ടാണ് നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോ ഹൈഡ്രൈഡൊക്കെ എടുത്തിരിക്കുന്നത്? സിംപ്ലി നമുക്ക് ഇവിടെയും Na+ഉം H- ഒക്കെ തന്നെയാണല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. മക്കളെ, ഇത് നമ്മൾ അങ്ങനെ പെർട്ടിക്കുലർലി യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ലെറ്റ്സ് സേ നമ്മൾ CH3 CO CH3 എന്ന് പറയുന്ന ഒരു കീറ്റോൺ എടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇവിടെ ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഞാൻ സോഡിയം ഹൈഡ്രൈഡ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രൈഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ ഹൈഡ്രൈഡ് ഡസ് നോട്ട് ആക്ട് ആസ് വോട്ട് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, റിഡക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുക? ഇയാൾ ഇങ്ങോട്ട് വരുന്നു, ഓക്കെ, O- ആകുന്നു. അപ്പോഴല്ലേ റിഡക്ഷൻ വരുന്നത് അല്ലേ? യെസ്. സോ വിൽ ഗെറ്റ് വോട്ട് CH3 CO-, ഓക്കെ, CH3 ആൻഡ് ഇവിടെ ആര് വരും? യെസ്, നമ്മുടെ ഹൈഡ്രജൻ വരും. പക്ഷേ ഇങ്ങനെ നടക്കത്തില്ല. ഓക്കെ, ഈ സോഡിയം ഹൈഡ്രൈഡിൽ ദ H- ഡസ് നോട്ട് ആക്ട് ആസ് വോട്ട് ന്യൂക്ലിയോഫൈൽ. ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ. ഇൻസ്റ്റെഡ് ഇറ്റ് ആക്ട് ആസ് വോട്ട് ബേസ്. ഓക്കെ, instead act as what base. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കുട്ടികൾക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് ലെറ്റ്സ് സേ CH, ഞാൻ ഇങ്ങനെ പറയുകയാണ്, CH3, ഓക്കെ, COCH3 എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ H- എന്ത് ചെയ്യും? യെസ്, ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? യെസ്, വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ഈനോലൈറ്റ് അയോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, you will get CH2 double bond O- and CH3 plus what? H2. So you are not getting a reduced product. Instead you are getting what? Enolate. Instead you are getting what? Enolate ion. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബേസിക്കലി മെറ്റലിൻ്റെ ഹൈഡ്രൈഡ്സ് നമ്മൾ എടുക്കാത്തത്. ഓക്കെ, നമുക്ക് എന്ത് വേണം? ഈ ഹൈഡ്രൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യണം? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മുടെ LiAlH4ഉം അതേപോലെ NaBH4 ഒക്കെ നമ്മൾ എടുക്കുന്നത്. നോക്കിക്കോളൂ, ലെറ്റ്സ് സേ നമ്മളിപ്പോൾ LiAlH4, ഓക്കെ, നോക്കിക്കോളൂ, ഹൈഡ്രൈഡ് എന്ന് നമ്മളിങ്ങനെ വരയ്ക്കും അല്ലേ, LiAlH4 അല്ലേ? യെസ്, സോ Li പ്ലസ്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. സോഡിയം ബോറോ ഹൈഡ്രൈഡ്. നോക്കിക്കോളൂ, ഇവിടെ എന്താണ് ഈ ഡിഫറൻസ് വരുന്നത്? ഇവിടെ നോക്കൂ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും? ഇവർ ബേസ് ആയിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഇവരൊരു മെറ്റലിൻ്റെ കൂടെ, എസ്പെഷ്യലി പി ബ്ലോക്ക് മെറ്റൽസിൻ്റെ കൂടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നൗ ദിസ് ഹൈഡ്രൈഡ് can act as what? Can act as ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഇൻസ്റ്റെഡ് ഓഫ് ബേസ്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ് NaBH4നെയും LiAlH4നെയും. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ യെസ് ഇലക്ട്രോൺ 2.0 ആണ്, ഇവിടെ എന്താണ്? 2.1 ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് അലൂമിനിയം? ദിസ് ഇസ് 1.6 ആൻഡ് 2.1. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? LiAlH4 ആണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾ നോക്കൂ, പൊളാരിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? പൊളാരിറ്റി ഇസ് ഹൈ. ഓക്കെ, ഇവിടെ എന്താണ്? പൊളാരിറ്റി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് അല്ലേ, ഈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ഹയർ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അതേസമയം ഇവിടെ എന്താണ്? പൊളാരിറ്റി കമ്പയർഡ് ടു LiAlH4, ഓക്കെ, പൊളാരിറ്റി ഇവിടെ ലെസ് ആണ്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ലെസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്. ഇനി ഞാൻ ഒരു ടേമും കൂടെ നിങ്ങളോട് പറയുകയാണ്, കീമോ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കീമോ സെലക്ടിവിറ്റി എന്താണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്. ഓക്കെ, എന്താണ് കീമോ സെലക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. ജസ്റ്റ് പറയുകയാണ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സെലക്ടിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. കീമോ സെലക്ടിവിറ്റി, നിങ്ങൾ സെലക്ടിവിറ്റി എന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് വെച്ചോളൂ. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സെലക്ടിവിറ്റി കുറവായിരിക്കും.
അതല്ലേ? ഇവിടെ ഇപ്പോൾ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ? LiALH4-നാണ്. അപ്പോൾ സെലക്ടിവിറ്റി ഇവർക്ക് കുറവാണെന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, കീമോ സെലക്ടിവിറ്റി അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ മക്കളെ. ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു ഇങ്ങനെ ഉള്ള ഒരാളെ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു കീറ്റോൺ ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഞാൻ 2 പേർക്കും കൊടുക്കുകയാണ്. അതായത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? യെസ്, NaBH4 ഞാൻ കൊടുക്കുകയാണ്. ഓർ LiALH4 ഇരിക്കട്ടെ. LiALH4 ഞാൻ കൊടുക്കുകയാണ്. സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? 2 പേരെയും റെഡ്യൂസ് ചെയ്യും. അതായത് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യും, അതേപോലെ കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് വോട്ട്? യെസ്, ഒരു പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ആൻഡ് ഐ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ട് ഇവിടെ കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി കാരണം ഇവർക്കൊരു സെലക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇവരെല്ലാവരെയും എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് എല്ലാവരെയും എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ബിക്കോസ് ദിസ് ഇസ് വോട്ട്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. ഇറ്റ് റെഡ്യൂസസ് എവറി ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സെലക്ടിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അത്രേ പറയുന്നുള്ളൂ. ഇത് സ്ട്രോങ് ആണ്, സെലക്ടിവിറ്റി എന്താണ്? ലെസ് ആണ്. ആരുണ്ടെങ്കിലും എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇവർ റെഡ്യൂസ് ചെയ്യും. സോ കീമോ സെലക്ടിവിറ്റി എന്താണ്? കുറവാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടി, കീമോ സെലക്ടിവിറ്റി എന്തായി? കുറഞ്ഞു എന്നെനിക്ക് പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അതേസമയം ഞാൻ NaBH4 ആണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, NaBH4ൻ്റെ കാര്യം എന്താണ്? ഇവർ സെലക്റ്റീവാണ്, കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിരിക്കും. ഇവരിപ്പോൾ ആരും റെഡ്യൂസ് ചെയ്യത്തില്ല. യെസ്, ഇവരുടെ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്താണ്? ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ റെഡ്യൂസിങ് കപ്പാസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. സെലക്റ്റീവായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യത്തില്ല. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, യെസ്, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യും, പക്ഷേ എസ്റ്റർ അതേപോലെ അവിടെ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. കീമോ സെലക്ടിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? യെസ്, കീമോ സെലക്ടിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കി കാണാം. ഓൾ റൈറ്റ്, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതേപോലെ ലെറ്റ്സ് സേ സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണല്ലോ നിങ്ങളിപ്പോൾ നോക്കി കണ്ടിരിക്കുന്നത്. സോഡിയം ബോറോഹൈഡ്രേറ്റ്. ഓക്കെ, സിംപ്ലി നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, സോഡിയം ബോറോഹൈഡ്രേറ്റ്. ഇവിടെ ഞാൻ ഒരു ഹൈഡ്രജന് പകരം ഒരു CN ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഇതിൻ്റെ പേരെന്താണ്? സോഡിയം സയനോ ബോറോഹൈഡ്രേറ്റ്. സോഡിയം സയനോ ബോറോഹൈഡ്രേറ്റ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഒരു അലൂമിനിയം എടുക്കുന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ ഇരിക്കട്ടെ, RR എന്നുള്ള രീതിയിൽ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടെ നോക്കിക്കോളൂ, ഇതെന്താണ്? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ബോണ്ട് പൊളാരിറ്റി എന്ത് ചെയ്യാണ്? യെസ്, ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? അല്ലേ? ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ ബോണ്ട് പൊളാരിറ്റി എന്തായിരിക്കും? യെസ്, ബോണ്ട് പൊളാരിറ്റി ആക്ച്വലി ഡിക്രീസ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബോണ്ട് പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇപ്പം പറഞ്ഞു, ബോണ്ട് പൊളാരിറ്റി ലെസ് ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. യെസ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ലെസ് ആയിരിക്കും, ഡിക്രീസസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും? യെസ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ഇൻക്രീസസ് എന്നെനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയൂ, ആരായിരിക്കും ബെറ്റർ സെലക്ടിവിറ്റി കാണിക്കുക? കീമോ സെലക്ടിവിറ്റി ആർക്കായിരിക്കും കൂടുതൽ? ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ, യെസ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ കീമോ സെലക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി സെലക്റ്റീവ് ആയിരിക്കും. ഇതെന്തായിരിക്കും? കുറച്ചുകൂടെ നോൺ സെലക്റ്റീവ് ആയിരിക്കും. ഇവരെല്ലാവരെയും റെഡ്യൂസ് ചെയ്യും എന്നെനിക്ക് പറയാൻ പറ്റും. സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും എന്നെനിക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്, ദിസ് വിൽ ആക്ട് ആസ് വാട്ട്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ പറയും KOL സെലക്ട്രൈഡ്സ്. സെലക്ട്രൈഡ്സ് ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. യെസ്, അലൂമിനിയം, ഓക്കെ, ഹൈഡ്രജൻ, ഓക്കെ, സെക്കൻഡറി ബ്യൂട്ടൈൽ ത്രൈസ്. ഓക്കെ, യെസ്, ഇതിനെയാണ് നമ്മൾ പൊട്ടാഷ്യം അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ സെലക്ട്രൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. കാരണം ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ കീമോ സെലക്ടിവിറ്റി കുറവായിരിക്കും, പക്ഷേ എല്ലാവരും എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ എല്ലാവരെയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, യെസ്,
കീമോസെലക്ടിവിറ്റി. നൗ കംസ് റോൾ ഓഫ് മെറ്റൽസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദാ സർ LiAlH4 അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സോഡിയം ബോറോഹൈഡ്രേറ്റ്, ഓക്കെ, ഓർ വി കുഡ് റൈറ്റ് LiBH4 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താണ് വ്യത്യാസം? ഇവിടെ ഇപ്പോൾ വ്യത്യാസം എന്താണ്? ലിഥിയവും അതേപോലെ സോഡിയവുമാണ്. മെറ്റൽ ആക്ച്വലി ഡിഫറൻ്റ് ആണ് അല്ലേ? മെറ്റൽ ഡിഫറൻ്റ് ആണ്. മെറ്റൽ ഡിഫറൻ്റ് ആണെങ്കിൽ ഇവരുടെ റെഡ്യൂസിങ് ആക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവുമോ? റെഡ്യൂസിങ് എബിലിറ്റി ഡിഫറൻ്റ് ആയിരിക്കുമോ? യെസ്, റെഡ്യൂസിങ് എബിലിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. എങ്ങനെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുക? നോക്കിക്കോളൂ. നോക്കിക്കോളൂ, ലെറ്റ്സ് സേ ഞാനൊരു കീറ്റോൺ എടുക്കുന്നു, ഇവിടെയും ഞാനൊരു കീറ്റോൺ എടുക്കുന്നു. ഓക്കെ, നൗ നോക്കിക്കോളെ, ഇവിടെ ഇപ്പോൾ Li+ ആണുള്ളത്. നോക്കിക്കോളൂ, ആദ്യം എന്ത് ചെയ്യും? ഓക്സിജൻ്റെ ലോൺ പെയർ ആണ്, സ്വാഭാവികമായിട്ടും Li+ എന്ത് ചെയ്യും? യെസ്, അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ലോൺ പെയർ ഉണ്ട്, സ്വാഭാവികമായിട്ടും Na ഇവിടെ വരും അല്ലേ? Na+ ഇവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. സോറി, ദ പോസിറ്റീവ് ചാർജ് ഷുഡ് ലൈ ഓൺ ഹിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, വിച്ച് ഇസ് പോളറൈസബിലിറ്റി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പോളറൈസബിലിറ്റി ഇപ്പോൾ ചാൻസ് റൂളിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആൻഡ് വോട്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സൈസ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ പറയൂ, എവിടെയാണ് പോളറൈസബിലിറ്റി ഏറ്റവും കൂടുതൽ? യെസ്, ഇവിടെ ആയിരിക്കും അല്ലേ? കാരണം ചാർജ് എന്താണ്? സിമിലർ ആണ്, +1 ആണ്. അതേസമയം സൈസ് എന്താണ്? Li+ന് കുറവാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും, വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ എന്തായിരിക്കും? ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ ഗ്രേറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറഞ്ഞൂടെ? യെസ്, ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ദിസ് വൺ. അതായത് ഇവിടെ നിന്ന് H- അല്ലേ? H- വരുമ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? സോ ഇറ്റ് ക്യാൻ റെഡ്യൂസ് വോട്ട്. യെസ്, സോ ദിസ് വിൽ ആക്ട് ആസ് വോട്ട്? സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ് ദാൻ NaBH4. ഓക്കെ, ദിസ് വിൽ ആക്ട് ആസ് വോട്ട്? സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. Li+ഉം Na+ഉം. ലെറ്റ്സ് സേ ഞാനിപ്പോൾ പറയുകയാണ് ZnBH4 ട്വൈസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ZnBH4 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ചാർജ് കൂടുതലാണ്. അപ്പോൾ ഇവരുടെ റെഡ്യൂസിങ് എബിലിറ്റി എന്തായിരിക്കും? കുറച്ചുകൂടെ കൂടുതലായിരിക്കുമെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ചാർജിനും ചാർജിന് പ്രൊപ്പോർഷണലാണ്, സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ സൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോഫിലിസിറ്റി എന്തായിരിക്കും? കാർബണൈൽ കാർബൺ ഗ്രേറ്റർ ആയിരിക്കും. H- ഈസിലി വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ആക്ട് ആസ് വോട്ട്? സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്? യെസ്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ തരികയാണ്, പെർട്ടിക്കുലർ റിയേജൻസ് ഞാനിവിടെ തന്നിരിക്കുകയാണ്. സോ വോട്ട് ഈസ് ദിസ്? ഓക്കെ, ദിസ് ഇസ് ഇമീനിയം അയോൺ അല്ലേ? സ്റ്റീഫൻസ് റിയാക്ഷനിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യമാണ് ഇമീനിയം അയോൺ അല്ലേ? യെസ്. ഇനി ഇതെന്താണ്? ആൽഡിഹൈഡ്. ഇതെന്താണ്? കീറ്റോൺ. ഓക്കെ, ഇനി ആരാണുള്ളത്? എസ്റ്റർ, കാർബോക്സിലിക് ആസിഡ്, അമൈഡ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയിരിക്കുന്നത് കാർബണൈൽ കാർബണിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് അല്ലേ? ഓക്കെ, ടോപ്പ് ടു ബോട്ടം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? യെസ്, ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ എന്ത് ചെയ്യാണ്? കാർബണൈൽ കാർബൺ ഡിക്രീസ് ചെയ്യാണ് അല്ലേ? യെസ്, കാർബണൈൽ കാർബൺ ആക്ച്വലി ഡിക്രീസസ് ചെയ്യുന്ന ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് എസ്റ്ററും കാർബോക്സിലിക് ആസിഡും? കാർബോക്സിലിക് ആസിഡിൻ്റെ പ്ലസ് സം എഫക്റ്റ് എന്താണ്? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? നിങ്ങളുടെ എസ്റ്ററിനേക്കാൾ കൂടുതലാണ്. ഈവൺ നമുക്ക് അമൈഡ് അല്ലേ? അമൈഡ് എങ്ങനെയാണ് പറയുക? യെസ്, CONH2. ഇവർ എന്താണ്? യെസ്, നമുക്കറിയാം പ്ലസ് സം എഫക്റ്റ് എന്തായിരിക്കും? യെസ്, കൂടുതലായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവരുടെ ഇലക്ട്രോഫിലിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. റൈറ്റ്, യെസ്. അപ്പോൾ LiAlH4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും LiAlH4 എന്ത് ചെയ്യും? യെസ്, റെഡ്യൂസ് ചെയ്യും. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യും, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യും. യെസ്, നിങ്ങളുടെ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യും അല്ലേ? കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ അമൈഡിനെയും റെഡ്യൂസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് എന്താണ്? ഓക്കെ, പ്രൊഡക്റ്റ് എന്തായിരിക്കും ഇവിടെ? സിംപിളി നമുക്ക് എഴുതാൻ പറ്റും NRR അല്ലേ? അതേപോലെ ഇവിടെ എന്തുണ്ടാകും? യെസ്,
ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ യെസ് ഹൈഡ്രജൻ ഉണ്ടാകും. സോ വിൽ ഗെറ്റ് വോട്ട് ടേഴ്ഷറി അമൈൻ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. 1 2 3 ടേഴ്ഷറി അമൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ഓഫ് കോഴ്സ് നമുക്കറിയാം വാട്ട് വി വിൽ ഗെറ്റ്. യെസ് നമുക്ക് കിട്ടുന്നത് യെസ് യെസ് നമുക്ക് യെസ് ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. കീറ്റോൺ ആകുമ്പോൾ നമുക്കറിയാം ദാറ്റ് വിൽ ബി വോട്ട് യെസ് സെക്കൻഡറി ആൽക്കഹോൾ. യെസ് നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഇതിൻ്റെ ഒക്കെ മെക്കാനിസം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് നോക്കി കാണാം കേട്ടോ. നോ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കണം മക്കളെ, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. വോട്ട് വി ഗെറ്റ് എസ് പ്രൈമറി ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡിനെ ആണെങ്കിലോ അഗെയിൻ കാർബോക്സിലിക് ആസിഡ് ആകുമ്പോൾ വോട്ട് വി ആർ ഗെറ്റിംഗ് എസ് വോട്ട് യെസ് പ്രൈമറി ആൽക്കഹോൾ. അമൈഡിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിലോ യെസ് നമുക്ക് യെസ് ഇവിടെ NH2 ഓക്കെ യെസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ജസ്റ്റ് വീഡിയോ ഒന്ന് ഞാൻ പോസ് ചെയ്യാം സോ ദാറ്റ് യു ക്യാൻ സീ ഓൾ ദീസ് തിങ്സ്. ഓക്കെ ഇതാ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. ഇനി നോക്കിക്കോളൂ, NaBH4 ആണെങ്കിൽ പ്രൊഡക്റ്റ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. യെസ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി. ഇനി NaBH4 ആണെങ്കിൽ മക്കളെ സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ റിമെമ്പർ ദിസ്, സെലക്ടിവിറ്റി കൂടുതലാണ് അല്ലേ. NaBH4 ഇസ് എ മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളൂ, ഇറ്റ് ക്യാൻ റെഡ്യൂസ് വോട്ട് യെസ് ഇമീനിയം അയോൺ, ആൽഡിഹൈഡ് ആൻഡ് വോട്ട് കീറ്റോൺ, ബട്ട് കൻ നോട്ട് റെഡ്യൂസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അമൈഡിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ now comes the interesting part, Li. now this is what I have talked just before. ദാ Li പ്ലസ് അല്ലേ. Li പ്ലസിന് എന്താണ് ഇവിടെ നോക്കിക്കോളൂ, Li പ്ലസ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ് കമ്പയർഡ് ടു NaBH4. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ റെഡ്യൂസ് ഇമീനിയം, ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് വോട്ട് യെസ് എസ്റ്റർ ഓൾസോ ഇറ്റ് റെഡ്യൂസസ്, ബട്ട് ഇറ്റ് കൻ നോട്ട് റെഡ്യൂസസ് വോട്ട് കാർബോക്സിലിക് ആസിഡ് ആൻഡ് അമൈഡ്. now comes Zn. Zn is actually 2+ അല്ലേ. അപ്പോൾ എന്താണ് പോളറൈസബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്, ഇലക്ട്രോഫിലിസിറ്റി കാർബണൈൽ കാർബൺ കുറച്ചുകൂടെ കൂടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് വൺ കീറ്റോൺ ഇങ്ങനെയൊക്കെ സെലക്ട് ഇങ്ങനെ പഠിച്ചാൽ മതി, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എസ്റ്റർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഈവൻ കാർബോക്സിലിക് ആസിഡിനെ പോലും റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അമൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക പ്രൊഡക്റ്റ് എന്താണ്, ഇവിടെ എടുത്തിരിക്കുന്നു പ്രൊഡക്റ്റ് എന്താണ്, ആരൊക്കെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവരുടെ മെക്കാനിസം എങ്ങനെയാണ് ആക്ച്വലി ഇവർ ഒരു പെർട്ടിക്കുലർ റിയാക്റ്റൻറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ്. ഈവൻ നിങ്ങളോട് ചോദിച്ചേക്കാം, ഇപ്പോൾ ലെറ്റ്സ് സേ ചോദിക്കുകയാണ്, ഇങ്ങനെ പോലും ചോദിച്ചേക്കാം, ഒരു എസ്റ്റർ ഓക്കെ ഇവിടെ ഇപ്പോൾ LiAlH4 നമ്മൾ കൊടുക്കുന്നു. ഓക്കെ നിങ്ങൾക്കറിയാം എന്ത് കിട്ടും നമുക്ക്, യെസ് നമുക്കറിയാം യു വിൽ ഗെറ്റ് എ പ്രൈമറി ആൽക്കഹോൾ. പക്ഷേ ഒരു മോൾ എസ്റ്ററിന് എത്ര മോൾ റെഡ്യൂസിങ് ഏജൻറ്റ്, എത്ര മോൾ LiAlH4 കിട്ടുമെന്നുള്ളത് യെസ് ഹൗ മെനി മോൾസ് ഓഫ് LiAlH4 ഈസ് റിക്വയർഡ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇവരുടെ മെക്കാനിസം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ മെക്കാനിസം. സോ ആദ്യമായിട്ട് നമുക്ക് ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ എടുക്കാം, അതിൻ്റെ റിഡക്ഷൻ ഒന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് സേ ഞാൻ കീറ്റോൺ എടുക്കുന്നു, CH3COCH3 എടുക്കുന്നു. ഓക്കെ നൗ ഇഫ് ഐ എം ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് LiAlH4 അല്ലേ, LiAlH4. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ ഇവിടെ LiHAlH ആൻഡ് H എന്നുള്ള രീതിയിൽ ഉണ്ടാകും. ഓക്കെ അപ്പോൾ ഹൈഡ്രൈഡ് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസമാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ സ്വാഭാവികമായിട്ടും O- എന്ത് ചെയ്യും, യെസ് Li+ അബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് CH3 O- Li+ ആൻഡ് വോട്ട് CH3 വിത്ത് എ ഹൈഡ്രജൻ അല്ലേ. യെസ് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ഇവിടെ, അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലി നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. യെസ് H2O എന്നുള്ള രീതിയിൽ ഹൈഡ്രോളൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, യെസ് ദിസ് വിൽ ബി O- അല്ലേ. ഓക്കെ ഈ മൈനസ് എന്ത് ചെയ്യും, യെസ് നമ്മുടെ ഈ പ്രോട്ടോണിൻ്റെ വാട്ടറിൻ്റെ പ്രോട്ടോണിനെ എന്ത് ചെയ്തോളും, അബ്സ്ട്രാക്ട് ചെയ്തോളും. ഓക്കെ നൗ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് CH3
OH, okay, H and CH3. Now understand this, ഈ പ്രോട്ടോൺ എവിടെ നിന്നാണ് വരുന്നത്? യെസ്, നമ്മുടെ സോൾവെൻറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എത്ര മോൾ, ഹൗ മെനി മോൾസ് ഓഫ് LiAlH4 ഈസ് യൂസ്ഡ്, ഹൗ മെനി മോൾസ് ഓഫ് LiAlH4 is actually used for reduction of this ketone or aldehyde to your, this is what, secondary alcohol, അല്ലേ? എത്രയാണ്? യെസ്, എനിക്ക് പറയാൻ പറ്റും, ദാറ്റ് ഇസ് 1 മോൾ എന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലേ? സിംപ്ലി എനിക്ക് പറയാൻ പറ്റും. സിമിലർ കേസ് ആണ് ആരുടേതും? യെസ്, ആൽഡിഹൈഡിൻ്റെയും. ഒരു വ്യത്യാസം വരത്തില്ല, ഇവിടെ എന്തായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടാകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, ഒന്ന് രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് സേ ഞാൻ എസ്റ്റർ എടുക്കുകയാണ്. എസ്റ്ററിൻ്റെ റിഡക്ഷൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, എസ്റ്റർ. അപ്പോൾ ഞാനിതാ RC∼ എന്നുള്ള രീതിയിൽ ഒരു എസ്റ്റർ എടുത്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, എൻ്റെ LiAlH4 എടുക്കുന്നു. ഓക്കെ, LiHAlH, ഓക്കെ, H ആൻഡ് വോട്ട്, H എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഓക്കെ, H മൈനസ് എന്ത് ചെയ്യുന്നു? യെസ്, ഇവിടെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താവും? O മൈനസ് ആകും, O മൈനസ് Li പ്ലസ്, ഇങ്ങനെയാണ് അല്ലേ? സോ ഐ വിൽ ബി ഗെറ്റിംഗ് RO മൈനസ്, ഓക്കെ, Li പ്ലസ് ആൻഡ് വോട്ട്, യെസ്, ഇവിടെ OR' ഉണ്ടാകും ആൻഡ് ഐ വിൽ ഹാവ് വോട്ട്, യെസ്, H ഓവർ ഹിയർ. ഒരാളെ യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? യെസ്, ഒരു മോൾ ഓഫ് LiAlH4 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ദാ നേരത്തെ പറഞ്ഞതുപോലെ ദാ ഈ O മൈനസ് ഇങ്ങോട്ടേക്ക് വരുന്നു, ദാ OR' എന്ത് ചെയ്യുന്നു? യെസ്, ആൽക്കോക്സൈഡ് അയോണ് പുറത്തേക്ക് പോകുന്നു അല്ലേ? എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. സോ ഐ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, എസ്റ്ററിൽ നിന്ന് വോട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഈസ് ആൽഡിഹൈഡ്. ഓക്കെ, പക്ഷെ തീർന്നോ? ഇല്ല, അടുത്തൊരു മോളിക്യൂൾ, യെസ്, AlH4 വരുന്നു അല്ലേ? LiAlH4 വരുന്നു. സിമിലർ സെയിം കാര്യം ദാ ഇവിടെ നടക്കുന്നു. ഓക്കെ, ഇവിടെ വരുന്നു, ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. O മൈനസ് എന്താവുന്നു? Li പ്ലസുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. RC∼O മൈനസ് Li പ്ലസ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. സോ ഐ കുഡ് റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഐ ഹാവ് ഓൾറെഡി ഒരു H കൂടെ ഉണ്ട്. ഇനി എന്തായിരിക്കും? യെസ്, ഒരു H. നൗ എന്ത് ചെയ്തോളൂ? നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്തോളൂ? ഹൈഡ്രോളൈസ് ചെയ്തോളൂ, H2O കൊടുത്തോളൂ. യു വിൽ ഗെറ്റ് വോട്ട്? യെസ്, RCH2, ഓക്കെ, CH2OH എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? ആൻഡ് എത്ര LiAlH4 നമ്മൾ യൂസ് ചെയ്തു? ഒരു LiAlH4 ഇവിടെ യൂസ് ചെയ്തു, ഒരു LiAlH4 ഇവിടെ യൂസ് ചെയ്തു. സോ എസ്റ്ററിന് എത്രയാണ്? 2 മോളായിരിക്കും നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? ആൻഡ് ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? പ്രൈമറി ആൽക്കഹോൾ ആണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഇനി എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡിൻ്റെ കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. കാർബോക്സിലിക് ആസിഡ്, ഓക്കെ, ആസിഡ് ആണ്, സ്വാഭാവികമായിട്ടും H+നെ വളരെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ നോക്കിക്കോളൂ, RCOOH അല്ലേ, പ്ലസ് LiAlH4, ഒരു LiAlH4 കൊടുക്കുന്നു മക്കളെ. ഇത് സ്വാഭാവികമായിട്ടും H മൈനസ് ആണ്, അപ്പോൾ ഇവിടെ നിന്ന് H+ഉം അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്തോളും? യെസ്, ഒരു ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. സോ ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാകുക? ദ RCOO മൈനസ് എന്നുള്ള രീതിയിൽ കാർബോക്സിലേറ്റ് ആനയോൺ ഉണ്ടാകും അല്ലേ? ഇനി ഇവിടെയാണ് ആര് വരുന്നത്? നമ്മുടെ യെസ്, LiAlH4 വരുന്നത്. ഓക്കെ, സോ ഐ വിൽ ഹാവ് LiAlH4. സോ ദിസ് ഇസ് LiAlH4. നൗ ദാ ഇവിടെ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. നൗ ദിസ് ഗോസ് ലൈക്ക് ദിസ് അല്ലേ? നൗ സീ ദിസ് R നോക്കിക്കോളൂ, ഇവിടെ എന്തായിരിക്കും? O മൈനസ് ആൻഡ് വോട്ട്, ദാ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും? യെസ്, സിംപ്ലി നിങ്ങൾക്ക് അല്ലെങ്കിൽ O മൈനസ് Li പ്ലസ് എന്നുള്ള രീതിയിലും എഴുതാൻ പറ്റും അല്ലേ? O മൈനസ് Li പ്ലസ് ആൻഡ് വോട്ട്, ഹിയർ ഇറ്റ് ഇസ് O മൈനസ്, ഇവിടെ എന്തുണ്ടാകും? ഹൈഡ്രജൻ. സോ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഇതെന്ത് ചെയ്യും? ദാ ഇവരങ്ങോട്ട് എലിമിനേറ്റ് ആയിക്കോളും. ഓക്കെ, സോ വാട്ട് യു ഗെറ്റ് ഹിയർ ഇസ്, യെസ്, ആസിഡിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും? യെസ്, ആൽഡിഹൈഡ് കിട്ടും. സോ നമ്മളിപ്പോൾ എത്ര മോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു? നോക്കിക്കോളൂ, 1, 2. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ആൽഡിഹൈഡ്. വീണ്ടും ഇവിടെ റിഡക്ഷൻ നടക്കും. എന്തുകൊണ്ടാണ് റിഡക്ഷൻ നടക്കുന്നത്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ അഗെയിൻ യു വിൽ ഹാവ് വോട്ട്? ദ സിമിലർ പ്രോസസ്. ഓക്കെ, യെസ്, വരുന്നു, H മൈനസ് ഇവിടെ വരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, ആൽഡിഹൈഡിലും കീറ്റോണിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. സോ യു വിൽ ഗെറ്റ് വോട്ട്? RCO മൈനസ്
Okay, hydrogen, and simply you hydrolyze it. Okay, you hydrolyze it, you will get what? Yes, again you will get, yes, നിങ്ങളുടെ പ്രൈമറി ആൽക്കഹോൾ. ഓഫ് കോഴ്സ് കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. സോ ഹൗ മെനി മോൾസ്? നമുക്ക് ഇവിടെ 3 മോൾസ് ഓഫ് LiAlH4 നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ റിയേജൻസിനെ വെച്ചിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, RCHO നമ്മൾ കണ്ടു, അതേപോലെ കീറ്റോൺ ആണെങ്കിലും ഓരോ മോൾസ് ആണ് യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? കാർബോക്സിലിക് ആസിഡിന് നമ്മളിപ്പോൾ കണ്ടു 3 മോൾസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ്റെ ഗ്യാസിൻ്റെ എവല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു, പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, അതേപോലെ നിങ്ങൾ കണ്ടോളൂ നൈട്രൈൽസ്. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എസ്റ്ററിൻ്റെതും നമ്മൾ കാണിച്ചു തന്നിരുന്നു, അല്ലേ? വാട്ട് ഇസ് ഇറ്റ്? എസ്റ്ററിൻ്റെത് 2 ആണ്. ഓക്കെ, ഇനി വേറെന്താണ്? നൈട്രൈൽസ് ആകുമ്പോൾ എന്തായിരിക്കും? RCH2NH2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ നോക്കിക്കോളൂ അമൈഡ്, RCO2NR2, അല്ലേ? RCONH2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമൈഡും കൂടെ നമ്മൾ ആലോചിച്ച് വെക്കുക. RCONH2NR2 എന്നൊക്കെ പറയുന്നത് എത്രയാണ്? 2 മോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ്, ഇവിടെ എന്ത് ചെയ്യുന്നു? RCH2NH2 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്നത് പ്രൈമറി അമൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എത്ര മോളാണ് യൂസ് ചെയ്യുന്നത്? അമൈഡ്സിൽ 2. ഓക്കെ, നൗ ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ലാക്ടോൺസിൽ 2. ഓക്കെ, ആൻഡ് ദ പ്രൊഡക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒമേഗ. ഓക്കെ, ലാക്ടോൺസിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇത് ആലോചിച്ച് വെച്ചാൽ മതി, മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, ലാക്ടോൺസിൽ എത്ര മോളാണ്? 2 മോൾ LiAlH4 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ആൽഫ ഒമേഗ ഡയോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എപ്പോക്സൈഡിലാണെങ്കിലോ? എപ്പോക്സൈഡിൽ 1 മോളായിരിക്കും ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആൽഡിഹൈഡ് കീറ്റോൺ 1, കാർബോക്സിലിക് ആസിഡ് എത്രയാണ്? 3 മോളാണ്. അമൈഡ്സ് എത്രയാണ്? 2 മോളാണ്. എസ്റ്റർ ഓഫ് കോഴ്സ് 2 ആണ്. ഇവിടെയുള്ളത് നൈട്രൈൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലാക്ടോൺസിനും 2 വീതമാണ്. എപ്പോക്സൈഡ് ആകുമ്പോൾ 1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് LiAlH4 ഇവരെ മാത്രമല്ല, ഓക്കെ, it can also reduce, let's say, okay, some other groups, okay, some other functional groups. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അരോമാറ്റിക് NO2 ആണെന്ന് വിചാരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാകും LiAlH4 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ടിൻ പ്ലസ്, ഓക്കെ, ആസിഡ് പ്ലസ് മെറ്റൽ ആണെങ്കിൽ പോലും ഈ NO2 എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അമൈൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. NO2വിനെയും ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? LiAlH4. LiAlH4 ഈസ് ആക്ച്വലി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ കണ്ടു RCN, നൈട്രൈൽസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LiAlH4 കൊടുക്കുകയാണെങ്കിൽ യു കുഡ് സിംപ്ലി മേക്ക് വോട്ട്? RCH2NH2. ഓൾറൈറ്റ്, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് LiAlH4 പറ്റിയാണ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അടുത്ത സെഷനിൽ നമുക്ക് NaBH4 പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.